ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണോ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്? 3 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി വീടാണ് നമ്മൾ ഇത്തവണ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ സീരീസിലെ 8 വീടുകളിലെ 3ാമത്തെ വീട്, അതായത് നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന 3ാമത്തെ വീടാണ് ഇത്. നമുക്ക് ഒരു ബോക്സി സ്റ്റൈലുള്ള ഒരു വീടാണ് ഇത് വരുന്നത്. എല്ലാം നല്ല സ്ക്വയർ ഷേപ്പ് വരുന്ന ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വരുമ്പോൾ ഒരു കാർ പാർക്കിംഗ്, അതായത് കാർ പോർച്ച് ഇവിടെയാണ് വരുന്നത്. അത് കവേർഡ് കാർ പാർക്കിംഗ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ബൈക്കും ഒക്കെ വയ്ക്കാനുള്ള ഒരു ചെറിയ സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 3 സെന്റാണ് ഈ വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു സിറ്റ് ഔട്ട്. അപ്പോൾ സിറ്റ് ഔട്ട് നേരെ വരുന്ന നമുക്ക് ഫ്രണ്ട് ഡോറ് 2 ഡോറായിട്ടാണ് ചെയ്തേക്കുന്നത്. 2 ഡോർ ഫ്രണ്ട് ഡോറാണ് ചെയ്തേക്കുന്നത്. കയറിയിട്ട് തന്നെ നമുക്കൊരു വിസിറ്റിംഗ് ഹാള് ഇവിടെ കാണാൻ സാധിക്കും. സീലിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ ഡിസൈനുള്ള ഒരു പ്രൊഫൈൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് നമുക്ക് TV യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. അത് നല്ല മൾട്ടിവുഡിൽ നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് TVകൾ വയ്ക്കാം, അങ്ങനൊരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. കോർണർ സോഫ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു എന്താ പറയുക വാഷ് കൗണ്ടർ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നേരെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സ്റ്റെയർ കേസ് കാണാൻ സാധിക്കും. സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇടാനായിട്ടുള്ള സ്പേസ് ഇവിടെയാണ് വരുന്നത്. അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കാണാൻ സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ ക്രോക്കറി ഷെൽഫ്, ഒരു 3 ഡോറിന് ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാർട്ടീഷൻ നല്ല ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോട് ചേർന്ന് വരുമ്പോൾ തന്നെയാണ് നമുക്ക് കിച്ചൺ ഇവിടെയാണ് വരുന്നത്. അതൊരു L ഷേപ്പിലൊരു കിച്ചൺ, നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു നല്ല സ്പേസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ വീണ്ടും ഇവിടെ സെറ എന്ന ബ്രാൻഡിന്റെ ടാപ്സ് തന്നെയാണ്, നമുക്ക് ഗ്യാരണ്ടിയുള്ള ടാപ്സുകളൊക്കെയാണ് ഇവിടെ വച്ചേക്കുന്നത്. അവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ചെറിയൊരു എന്താ പറയുക വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാം. അതുപോലത്തെ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഇവിടെ തന്നെ ഉണ്ട്. 2 സൈഡിലും അതുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ഇനി റൂമുകൾ നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് റൂം വരുന്നത്. അതും 3 ഡോർ വിൻഡോ വരുന്ന, സിംഗിൾ ഡോർ വിൻഡോ വരുന്ന ഒരു റൂമാണ്. അതോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമുക്ക് ബാത്റൂം കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ഇതും ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ എന്നുള്ളൊരു ചെറിയൊരു സെപ്പറേഷൻ കാണാൻ സാധിക്കും. വീണ്ടും സെറ എന്ന ബ്രാൻഡ് തന്നെയാണ് ക്ലോസറ്റും വാഷേഴ്സും ഒക്കെ. അതിനോട് ചേർന്ന് തന്നെ സീലിംഗ് ഒരു എന്താ പറയുക ഒരു ബോക്സി ടൈപ്പ് അല്ല, ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഡിസൈൻ. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ റൂമിന് മനോഹരമാക്കാൻ അതും ഒരു സംഭാവനയാണ്. അതുപോലെ തന്നെ നമുക്കൊരു 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബാണ് ഇവിടെ വരുന്നത്. 3 ഡോറിൽ 2 വാർഡ്രോബായിട്ടും 1 ഡോറ് നമുക്ക് എന്താ പറയുക മേക്കപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാനുള്ള സ്ഥലം ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ സ്റ്റെയർ കേസ്. അത് നല്ല രീതിയിലുള്ള സ്റ്റെയർ കേസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഇവിടെ ചെറിയൊരു നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. കയറി നോക്കാതെ ഭംഗിയാണ്. അപ്പോൾ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെയാണ് നമുക്കൊരു ചെറിയൊരു ഹാള് പോലെ ഒരു സോഫയൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ഏരിയ ആയിട്ടുള്ളൊരു ഹോളുണ്ട്. ഹോളിൻ്റെ അടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ വീടിന്റെ ബാൽക്കണി. നമുക്ക് ഈ വീടിന്റെ 2ാമത്തെ റൂമാണ്, അതായത് അപ്സ്റ്റെയറിലെ ഫസ്റ്റ് റൂം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് കാണാം. ഒന്ന് 3 ഡോറും ഒന്ന് സിംഗിൾ ഡോറും വിൻഡോസും കാണാൻ സാധിക്കും. അതുപോലെ നമുക്കൊരു സീലിംഗ്, ഒരു സ്ക്വയർ ടൈപ്പിലുള്ള സീലിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്വിച്ച് ഓഫ് ആണ്. ഇതാണ് ഇവിടുത്തെ സീലിംഗ്. 2 LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഭംഗിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീണ്ടും 2 ഡോർ വാർഡ്രോബ്, 2 ഡോർ വാർഡ്രോബായിട്ടും ഒരെണ്ണം മേക്കപ്പ് ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വീടിന്റെ ബാത്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഇത് നമുക്ക് ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ അത് സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതും ഭംഗിയായിട്ടുണ്ട്. എല്ലാം സെറ എന്ന ബ്രാൻഡ് തന്നെയാണ്. എല്ലാ ഫിറ്റിംഗ്സും ക്ലോസറ്റ് വാഷേഴ്സും എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ 3ാമത്തെ റൂം, അതായത് ലാസ്റ്റ് റൂം നമുക്ക് നോക്കാം.
ഈ വീട് നമ്മൾ ഇതിനു മുമ്പ് കണ്ട വീടിന്റെ ഏകദേശം ഒരേപോലത്തെ ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ വീടിന്റെ മൂന്നാമത്തെ റൂം. ഇവിടെയും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു റൂമാണ് ചെയ്തേക്കുന്നത്. ഇവിടെ 3 ഡോറിന്റെ വാർഡ്രോബ് കാണാൻ സാധിക്കുന്നുണ്ട്. 3 ഡോർ വാർഡ്രോബാണ്. അതുപോലെ തന്നെ 2 വിൻഡോസ് കാണാൻ സാധിക്കും. ഒന്ന് 3 ഡോറും ഒന്ന് ഒരു സിംഗിൾ ഡോറും വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു മേക്കപ്പ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ്. അതും ഡ്രസ്സിങ് യൂണിറ്റ് ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുണ്ട്. അതുപോലെ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഈ റൂമിന്റെ ബാത്റൂമും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ അതും സേറ ബ്രാൻഡ് തന്നെയാണ്. ഫിറ്റിംഗ്സ് ക്ലോസറ്റ് ആയാലും വാഷ് ബേസിൻ ആയാലും അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയായി. ഇത് നമുക്ക് നോക്കാനുള്ളത് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ആണ്. അതായത് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. അത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് തേപ്പൂട്ടി അങ്ങനെയുള്ള കുത്താനൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. തേപ്പൂട്ടി യൂസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് വാർക്കമുകളിലേക്ക് കയറാൻ സ്പേസ് നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വീട് കണ്ടപ്പോൾ തന്നെയാണ്. ഇവിടുന്നും സ്പേസ് അധികം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പും ചെയ്തിരിക്കുന്നത്. അതും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീട് വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. നമുക്കിവിടെ അടുത്തായിട്ട് വരുന്നത് ആലുവാണ്. ആലുവക്ക് 10 കിലോമീറ്ററാണ് വരുന്നത്. അതുപോലെ പെരുമ്പാവൂർ ഒരു 14 കിലോമീറ്റർ. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്ന റെയിൽവേ സ്റ്റേഷൻ 10-12 കിലോമീറ്ററുകളിൽ വരുന്നുണ്ട്, ഏകദേശം 10 കിലോമീറ്റർ. അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വെറും 20 കിലോമീറ്ററാണ് വരുന്നത്. അങ്ങനെ നമ്മളൊരു എല്ലാത്തിൻ്റെയും സർക്കിളായിട്ട്, കാരണം മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, ആലുവ, എടപ്പള്ളി എല്ലാത്തിൻ്റെയും സെൻട്രലായിട്ടാണ് നമുക്ക് ഈ വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ റേറ്റ് വരുന്നത് 47 lakhs ആണ്.